സ്വലാത്തുൽ ജമാഅത്ത് നിസ്കാരം തഫ്ദുലു അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്വലാത്തുൽ ഫദ്ദി ബിസബഇൻ വഇശ്രീന ദറജ 27 ഇരട്ടി 27 പ്രാവശ്യം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ ദറജയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ 27 പ്രാവശ്യം ളുഹർ നിസ്കരിച്ചാൽ അതിനേക്കാൾ വലിയ ദറജയാണ് ഒരു പ്രാവശ്യം ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് ളുഹർ നിസ്കരിക്കുന്നത്. അപ്പോൾ ജമാഅത്ത് അത്ര വലിയ പ്രാധാന്യമുണ്ട്. അതിൽ വെച്ച് ഏറ്റവും വലിയ ജമാഅത്ത് നിസ്കാരമാണ് ഇശാഉം സുബഹിയും. ഒരുപാട് ഹദീസുകൾ കാണാം. മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. ഒമൻ സല്ല സുബഹ്, ആരെങ്കിലും സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി, രാത്രി ഹയാത്താക്കിയ കൂലി നമുക്ക് ലഭിക്കുകയാണ്. ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകിച്ചും ഇശാ സുബഹിയും നിസ്കരിക്കണം. കാരണം ആ സമയത്ത് വലിയ മഹത്വമുണ്ട്. സുബഹിയുടെ സമയത്ത് 2 മലക്കുകൾ വാനലോകത്ത് നിന്ന് ആകാശലോകത്ത് നിന്ന് സുബഹിയുടെ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. രാത്രി വന്ന മലക്കുകൾ തിരിച്ചു പോകുന്നതും സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ്. ഈ 2 മലായിക്കത്തിൻ്റെയും സംഗമമാണ് സുബഹി നമസ്കാരം. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുണ്ട്. മുനാഫിക്കീങ്ങളുടെ മേൽ ഏറ്റവും വളരെ പ്രയാസമായ നിസ്കാരങ്ങൾ ഏതാണ്? ഇശാഉം സുബഹിയുമാണ്. അതുകൊണ്ട് ജമാഅത്ത് ഒഴിവാക്കരുത്. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് പതിവാക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.